മഴ തോരും മുമ്പേ എന്ന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്സിഡന്റിന് ശേഷം കുളത്തുപുഴയിൽ മടങ്ങിയെത്തിയ അലീന ഏറെക്കുറെ പൂർണ്ണമായി വിശ്രമത്തിലായിരുന്നു. സ്റ്റാൻലിക്ക് ഭക്ഷണം എടുത്തു വെക്കുവാൻ ഒരു ഊന്നുവഴിയുടെ സഹായത്തോടെ ഡൈനിങ് റൂമിലേക്ക് വരുവാനുള്ള അലീനയുടെ ശ്രമം കൂടി സ്റ്റാൻലി നിരോധിച്ചു. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ്, കാലിലെ പ്ലാസ്റ്റർ എടുത്തിട്ട് മതി അഭ്യാസമൊക്കെ. സ്റ്റാൻലി കർശനമായി ഓർഡർ ഇട്ടിരിക്കുകയാണ്. അയാൾ ജീപ്പുമായി അഞ്ചലിലേക്ക് പോയപ്പോൾ അലീനയും ഔതുകുട്ടിച്ചാനും വല്ലാതെ ഭയന്നിരുന്നു. രാത്രിയിലാണ് സ്റ്റാൻലി തിരിച്ചെത്തിയത്. അയാളുടെ വരവും കാത്ത് അലീനയും ഔതുകുട്ടിച്ചാനും ഉറങ്ങാതെ ഇരിപ്പുണ്ടായിരുന്നു. തിരികെ വന്നു കയറിയപ്പോൾ ആദ്യം തന്നെ അലീന ചോദിച്ചത് പപ്പ റീത്തമ്മയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കിയോ എന്നായിരുന്നു. ഞാൻ ആരോടും വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എന്തിനാണ് പപ്പ അവിടേക്ക് പോയത്? അത് അവരെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. എന്താണ് സംഭവിച്ചിരിക്കുക എന്നത് അലീനയ്ക്ക് ഒരു രൂപരേഖയും ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ഔതുകുട്ടിച്ചാൻ അലീനയോട് പറയാണ്, അവൻ പറയുന്നതിൽ എന്തോ കുഴപ്പമുണ്ട്, എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിറ്റേന്ന് രാവിലെ ഡ്രൈവർ ബൈജു ആണ് ജീപ്പിൻ്റെ ബമ്പർ വളഞ്ഞു പൊളഞ്ഞിരിക്കുന്നത് കണ്ടുപിടിച്ചത്. അവനത് അലീനയോട് പറഞ്ഞു. അവൾ സ്റ്റാൻലിയോട് സമീപിച്ചു. എന്നിട്ട് ചോദിക്കുകയാണ്, പപ്പ ജീപ്പിന് എന്താണ് പറ്റിയത്? എവിടെയാണ് എങ്ങാണ്ട് ഇടിച്ച ലക്ഷണം ഉണ്ടല്ലോ. ഇടിച്ചു. എവിടെ? ഒരു കാറിൻ്റെ പുറകിൽ. എവിടെ വെച്ചായിരുന്നു അത്? റീത്താമ്മയുടെ വീട്ടിൽ വെച്ച്. റീത്താമ്മ ആൻറ്റിയുടെ വീട്ടിലോ? സ്റ്റാൻലി ഉത്തരവൊന്നും പറഞ്ഞില്ല. അലീനയ്ക്ക് എല്ലാം മനസ്സിലായി. അവൾ വീണ്ടും ചോദിക്കുകയാണ്, ആ കാർ പപ്പ നശിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ വലിപ്പം ലേശം ഒന്ന് കുറഞ്ഞുപോയി, അത്രയേ ഉള്ളൂ. അത് ശരി. എന്നാലും പഴയ രീതിയിലാക്കി വെക്കുവാൻ എത്രായിരം രൂപയുടെ റിപ്പയറിങ് വേണ്ടി വരും? അതിന് ഇരുമ്പ് വിലയ്ക്ക് വരെ തൂക്കി വെക്കുന്നതായിരിക്കും ലാഭം. അത് കുറച്ച് കടന്നുപോയി കേട്ടോ പപ്പ. പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നുള്ള അഹങ്കാരമല്ലേ? എത്ര ലക്ഷം രൂപയുടെ മുതലാണത്? അതിപ്പോൾ അങ്ങേയറ്റം 1-2 ലക്ഷം രൂപ കിട്ടിയേക്കും. പഴയ കാറാണ്. 2 ലക്ഷം രൂപ പപ്പയ്ക്ക് നിസ്സാരമാണല്ലേ? പക്ഷേ ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ 50 അനാഥ കുട്ടികൾക്ക് 100 ദിവസം ഭക്ഷണം കൊടുക്കാമായിരുന്നല്ലോ. അത് കേട്ടപ്പോഴേക്കും സ്റ്റാൻലിക്ക് വല്ലാതെ ചൊറിച്ചിൽ കയറി. അയാൾ പറയുകയാണ്, മതി, നീ അങ്ങ് നിർത്ത്. നീ ഉണ്ട്, കുറേ അനാഥ കുട്ടികളുണ്ട്. നിൻ്റെ അപ്പനായി എനിക്ക് എത്ര അനാഥ കുഞ്ഞുങ്ങളുടെ അളവും തൂക്കവും ഉണ്ട്. നീ ലോകത്തെ സകല കാര്യങ്ങൾ അളക്കുന്നത് ആ സ്കെയിൽ വെച്ചാണല്ലോ. എന്ത് വില വരും? എനിക്ക് 10 അനാഥ കുഞ്ഞുങ്ങളുടെ വിലയുണ്ടോ? അതോ 5? അതോ ഇനി അതിൽ അവരുടെ മുമ്പിൽ എനിക്ക് യാതൊരു വിലയുമില്ലേ? അലീന മിണ്ടിയില്ല. സ്റ്റാൻലി കോപത്തോടെ അവളുടെ മുമ്പിൽ നിന്ന് നടന്നകന്നുപോയി. ഉടനെ ഔതുകുട്ടിച്ചാൻ വന്ന് അല്ലേ ശാസ്ത്രിയോട് പറയുകയാണ്, നീ എന്തിനാ മോളെ വെറുതെ ഒരു പണിയുമില്ലാതെ അവനോട് തർക്കിക്കാൻ പോകുന്നത്? ഒന്നാമത് അവൻ ഈ അനാഥാലയം അനാഥ കുട്ടികൾ എന്നൊക്കെ കേൾക്കുന്നത് തന്നെ വിഷമമാണ്. അന്നേരം നീ അവരെ വെച്ച് അവനെ കുറ്റപ്പെടുത്തിയാൽ അവൻ ഇഷ്ടപ്പെടുവോ? അവനാണെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്ന സമയമാണ്. എന്നാലും വെള്ളിപ്പച്ച നല്ലൊരു കാർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതുകൊണ്ട് ആർക്കെങ്കിലും എന്തേലും ഉപകാരമുണ്ടോ? കഷ്ടമല്ലേ അത്? അയ്യോട്ട്, നീ തന്നെയല്ലേ പറഞ്ഞത് ആ കാറിന് ഓട്ടം കൂടുതലാണെന്നും അത് നിയന്ത്രിക്കണമെന്നും? എൽസമ്മയ്ക്ക് മക്കളുമായിട്ട് ലാലിച്ചാൻ കൊടുത്ത കാറ് റീത്താമ്മ സ്വകാര്യ സ്വത്തായി കൊണ്ടു നടക്കുന്ന അവസാനിപ്പിക്കണമെന്ന് നീയല്ലേ പറഞ്ഞത്? അത് ഇങ്ങനെ നശിപ്പിക്കണമെന്നാണല്ലോ അപ്പച്ച പറഞ്ഞത്. നന്നായി പോയെന്നായി എനിക്ക് തോന്നുന്നത്. അവളുടെ സൂക്കേട് ഇമ്മണി ഒന്നും അല്ലായിരുന്നല്ലോ. ഇപ്പോൾ തീർന്നല്ലോ അത്. നിൻ്റെ ജോലി എളുപ്പമായി. ആ കാറിൻ്റെ പേരും പറഞ്ഞ മാസം തോറും എത്ര തുക കൊടുക്കുന്നുണ്ടെന്ന് നീ അന്വേഷിക്കാതിരിക്കില്ലായിരുന്നോ? അതൊക്കെ എന്തു തന്നെയായാലും ഞാൻ അന്വേഷിക്കും. അതുമാത്രമല്ല, വീട്ടു ചെലവിനും കുട്ടികൾ പഠിക്കുന്നതിനും ഒക്കെയുള്ള ഐറ്റത്തിൻ്റെയൊക്കെ എല്ലാ തുകയും കൂടി എത്ര കൊടുക്കുന്നുണ്ടെന്ന് എനിക്കൊന്നറിയണം. നമ്മൾ പോയപ്പോൾ അവിടുത്തെ രീതിയിൽ കണ്ടതാണല്ലോ. അത് വെച്ച് എങ്ങനെ കണക്ക് കൂട്ടിയാലും മാസം 10,000 രൂപ കൂടുതൽ എൽസമ്മ ആൻറ്റിക്കും മക്കൾക്കും വേണ്ടി ചിലവാകുന്നില്ല. ആ വീട് കിടക്കുന്നത് കണ്ടോ വല്യപ്പച്ച? തൊഴുത്തുപോലെ. അവിടെ ഒരു നേരാമണ്ണം ഭക്ഷണം പോലും ഉണ്ടാക്കുന്നില്ല. അതെങ്ങനെയാ? എൽസമ്മ ആൻറ്റി മിക്കപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലല്ലേ. പിന്നെ റീത്താമ്മ ആൻറ്റി വല്ലതും ഉണ്ടാക്കി കൊടുക്കണം. റീത്താമ്മ ആൻറ്റിയുടെ വീട് ഞാൻ കണ്ടു. ഫർണിച്ചറും അലങ്കാരപ്പണികളും നല്ലപോലെ പൈസ ചിലവാക്കിയിട്ടുണ്ട്. എൻ്റെ മോളെ, നീ അതിനകത്തൊന്നും ചെന്ന് തലയിടാതിരിക്കുന്ന ബുദ്ധി. എൻ്റെ പപ്പയുടെ ഭാര്യയും മക്കളും അനുഭവിക്കേണ്ട മുതൽ അങ്ങനെ വേറൊരുത്തി സൂത്രത്തെ തട്ടിയെടുക്കണ്ട. ആ ചൂഷണം നിർത്തണം. എൻ്റെ കാലൊന്ന് ശരിയാകട്ടെ. റബ്ബർ തോട്ടത്തിലെ ഓഫീസിൽ പോയി കണക്കെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. കൊടുത്ത പൈസയുടെ ഒക്കെ കണക്ക് കാണുമല്ലോ അക്കൗണ്ട് ബുക്കിൽ. കള്ളത്തിനും കണ്ടുപിടിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോന്നു? നമുക്ക് നോക്കാൻ വല്യപ്പച്ച എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അലീന ഒരു ആലോചനയോടെ പറഞ്ഞിട്ട് തിരികെ നടക്കുകയാണ്. നായ്ക്കൾ കുരയ്ക്കുന്ന കേട്ടിട്ടാണ് ഔതുകുട്ടിച്ചാൻ സിറ്റൗട്ടിലേക്ക് വന്നത്. ഒരു ഓട്ടോറിക്ഷ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. നായ്ക്കളെ പേടിച്ചിട്ടാവണം എൻജിൻ ഓഫ് ആക്കിയില്ല. ആൻ്റപ്പൻ പുറത്തേക്ക് വന്നു. ചില ശബ്ദങ്ങളും ആംഗ്യ വിക്ഷേപങ്ങളും കൊണ്ട് നായ്ക്കളെ അടക്കി നിർത്തി. ഓട്ടോറിക്ഷയിൽ വന്നയാൾ അതിൽ നിന്നും പുറത്തിറങ്ങി. അതുകുടിച്ചാൻ ആളെ മനസ്സിലായി.
അലീനയുടെ ഇഷ്ടക്കാരൻ. അയാൾ മറന്നുപോയിരിക്കുന്നു അയാളുടെ പേര്. ചെറിയൊരു റാക്ക് സാക്ക് ചുമലിലിട്ട് അലസമട്ടിൽ അവൻ സീറ്റൗട്ടിൽ നേരെ നടന്നു വന്നു. ഔതുകുട്ടിച്ചാനെ നോക്കി അവനൊന്ന് ചിരിച്ചു. ഔതുകുട്ടിച്ചാന് പക്ഷേ ചിരിയൊന്നും വന്നില്ല. എന്നെ മനസ്സിലായില്ലേ മനുശങ്കർ? മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഔതുകുട്ടിച്ചാൻ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടി പറയാണ്. ആ, അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അലീന എവിടെ? അവൾ ആ മുറിക്കകങ്ങാനും കാണും. അത്രയും പറഞ്ഞിട്ട് ഔതുകുട്ടിച്ചാൻ മനുവിൻ്റെ മുമ്പിൽ നിന്നും പൊക്കളഞ്ഞു. മനുശങ്കർ ചെറിയൊരു സങ്കോചത്തോടെ ഇടനാഴിലേക്ക് കയറി. ഈർപ്പ് മുറി, ഹാള്, അതിനപ്പുറം അലീനയുടെ റൂമിൻ്റെ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ. അവൻ വിരലുകളാൽ വാതിൽ ഒന്നും ചെറുതായിട്ട് മുട്ടി ശബ്ദം ഉണ്ടാക്കി. ആരോ വാതിൽ തുറന്നുള്ളൂ. മനുശങ്കർ വാതിൽ തുറന്നു. അലീന കട്ടിലിൻ്റെ ക്ലാസ്സിൽ തലേണ വെച്ച് ചാരി ഇരുന്നുകൊണ്ട് വായിക്കുകയാണ്. മനുശങ്കറിനെ കണ്ടതും ഇരുട്ടത്ത് ഓർക്കാപ്പുറത്ത് സൂര്യൻ ഉദിച്ച പോലെയായി. അവൾ അത്ഭുത സ്തബ്ധയായി. അവളുടെ അരികിൽ നിലത്ത് മുൻകാലുകൾ നീട്ടി പതിഞ്ഞു കിടന്ന 2 നായ്ക്കൾ പൊടുന്നനെ ഗർജിച്ചുകൊണ്ട് മനുശങ്കർ നേർക്ക് കുതിച്ചു. അലീനെ കണ്ട ആഹ്ലാദം അടുത്ത നിമിഷം ഇടിവെട്ടിയതുപോലെ ഒരു ഞെട്ടലായി മാറി. നായ്ക്കൾ മനുവിൻ്റെ അടുത്ത് നിന്ന് എടുത്തു മുമ്പ് അലീന അവയെ ശാസിച്ചു വിളിക്കുന്നത് കേട്ടു. നായ്ക്കൾ ആരോ പിടിച്ചു നിർത്തിയ പോലെ നിന്നുപോയി. തിരിഞ്ഞ് അലീനയെ നോക്കിയ ശേഷം അവ മനുശങ്കരൻ്റെ മുഖത്തേക്കും കൈകളിലേക്കും കാലുകളിലേക്കും നോക്കി. അലീന പെട്ടെന്ന് കിടക്കയിലേക്ക് എഴുന്നേറ്റിരുന്ന് നായ്ക്കളെ തിരികെ വിളിച്ചു. ഇവിടെ വാ. നായ്ക്കൾ 2 പേരും അവളുടെ സമീപത്തെത്തി. മനു വാതുകൾ തന്നെ നിൽക്കുകയാണ്. മനുവേട്ടാ, ഇങ്ങോട്ട് കയറി വന്നാട്ടെ. ഇവരെ പേടിക്കൊന്നും വേണ്ട. മനുവിൻ്റെ ശങ്ക തീർന്നില്ല. അപ്പോൾ അല്ല, കഷ്ടം, ഇത്രയേ ഉള്ളൂ എന്നെ വിശ്വാസം. മനുശങ്കർ ധൈര്യം സംബന്ധിച്ച് കട്ടിലിൻ്റെ സമീപം എത്തി. നായ്ക്കൾ അനങ്ങാതെ അവനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. മനു അലീനയുടെ നേർക്ക് കൈകൾ നീട്ടി. അവൾ ആ കരം ഗ്രഹിച്ചു. മനുവേട്ടൻ പേടിച്ചോ? പിന്നെ പേടിക്കാതെ. കടുവകളെപ്പോലിരിക്കുന്ന 2 എണ്ണം നേരെ മുമ്പിലോട്ട് ചാടി വരുമ്പോൾ നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കത്തിച്ചാമ്പലായി പോവില്ലേ? സോറി മനുവേട്ടാ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇരിക്കും മനുവേട്ടാ, ആ കസരയും കൊണ്ട് നീക്കിയിട്. എനിക്ക് കാല് നിലത്ത് കുത്താൻ മേലാഞ്ഞിട്ടാ. മനുശങ്കർ ഒരു കസര നീക്കി കട്ടിലിനരികത്തേക്ക് കൊണ്ടുവന്നിട്ടു. അവൻ ഇരുന്നതും നായ്ക്കൾ അവൻ്റെ കാൽ മണപ്പിച്ചു നോക്കി. മനു സംശയത്തോടെ നായ്ക്കളെ നോക്കുന്ന കണ്ടിട്ട് അതിന് പറയുകയാണ്, പേടിക്കണ്ടെന്നേ, മനുവേട്ടൻ്റെ മണം പിടിച്ച് സേവ് ചെയ്ത് വെക്കുകയാണ് അവർ. ഇനി അടുത്ത തവണ അബദ്ധം പറ്റരുതല്ലോ. അത് കേട്ടിട്ട് മനുശങ്കറിന് ചിരി വന്നു. അലീന വിസ്മയ തന്നെ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ അവളെയും. തുടർന്ന് ആ ഒരു പുഞ്ചിരിയുടെ മനുശങ്കർ ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് അതിശയം തീരുന്നില്ല. ഇതൊരു ഷോക്കായിപ്പോയല്ലോ. എന്നോടൊന്നും സൂചിപ്പിച്ചതുപോലുമില്ലല്ലോ. ഓർക്കാപ്പുറത്ത് കാണാൻ ഒരു കൊതി, ആരെയൊക്കെയോ പറ്റിച്ച് ഒരു കള്ളത്തരം കാട്ടുന്ന ഒരു സുഖം, ഒരു കുസൃതി, പിന്നെ എന്തൊക്കെയോ അവൻ പറഞ്ഞു. മനുവേട്ടന് ക്ഷീണമാണല്ലോ. ആ, യാത്ര ചെയ്തിട്ടാ. നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്? എൻ്റെ ഭൂലോക തലസ്ഥാനം ഇപ്പോൾ കുളത്തൂപ്പുഴയാണല്ലോ. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും. ബാംഗ്ലൂരിൽ വന്ന് എന്നെ വീശുന്ന കാറ്റൊക്കെ ഇവിടുന്നാണ് യാത്ര തിരിക്കുന്നത്. അലീന ചോദിക്കുകയാണ്, വട്ടായി പോയോ? പിന്നല്ലേ, എപ്പോഴേ. ഇത് പന്നിപ്പനി പോലെ പകരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മനുവേട്ടാ? ഒരു രക്ഷയില്ല. അവൾക്ക് അവനോട് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ഈ മുടിയൊക്കെ എന്ത് കാണിച്ചിട്ടാണ് ഇങ്ങനെ പാടത്തെ കാറ്റുവീഴ്ച പോലെ? അവൾ കൈ നീട്ടി വിരലുകളാൽ അവൻ്റെ മുടിയൊക്കെ ഒന്ന് കോതി ഒതുക്കി. ഓരോ മുടിനാഴിലും ഇലക്ട്രിക് ചാർജ് പ്രവഹിക്കുന്നെന്ന് മനുവിന് തോന്നി. നെറുകയിൽ നിന്ന് ഒരു കോരിത്തെരിപ്പ് പടർന്നു. ദേഹം ആസകലം അത് വ്യാപിച്ചു. അവൾ കൈയെടുക്കരുതേ എന്നവൻ കൊതിച്ചുകൊണ്ടിരുന്നു. അലീന കൈ പിൻവലിക്കുവാൻ ഭാവിച്ചതും അവൻ ആ കൈ പിടിച്ച് വിരലുകൾക്ക് മീതെ ചുംബിച്ചു. അലീനയുടെ മുഖം അരുണാഭമായി. ഒരു സുഖ താല്യത്തിൽ മനസ്സിൽ കുതിർന്നു. അവൾ മെല്ലെ കൈ പിൻവലിച്ചു. എന്നിട്ട് പറയാണ്, എനിക്ക് എണീറ്റ് ഒന്ന് ചായ ഇട്ട് തരുവാൻ പോലും വയ്യല്ലോ മനുവേട്ടാ. എനിക്കൊന്നും വേണ്ട, ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചാൽ മതി. മനുവേട്ടൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. ആ, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാൻ കടപ്പാട്ടൂരിൽ പോയിട്ടുണ്ടായിരുന്നു. രോഹിത് ഹയർ സ്റ്റഡിക്ക് വേണ്ടി ബാംഗ്ലൂർ വന്നിരിക്കുക. അവൻ എൻ്റെ കൂടെ താമസിക്കാം. എനിക്ക് അവനെ ഗൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ബബിത, അവളിപ്പോൾ എറണാകുളത്താ. നിന്നെ വിളിപ്പോൾ ഒന്നും ഇല്ലേ? ഇല്ല, അവളുടെ ഫോൺ നമ്പറും എല്ലാം മാറി. രോഹിത്തിനോട് നമ്പർ വാങ്ങി വിളിച്ചിട്ട് ഒരു തവണ പോലും അവൾ ഫോൺ എടുത്തില്ല, തിരിച്ചു വിളിച്ചുമില്ല. ആ രോഹിത് എന്നോട് പറഞ്ഞു, അവൾക്ക് പെട്ടെന്നൊരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ആയിട്ടുണ്ടെന്ന് കാര്യങ്ങൾ. അവളെ ആരും ചോദ്യം ചെയ്യാനും പാടില്ല. അവളുടെ കാര്യങ്ങളിൽ ആരും ഇടപെടാനും പാടില്ല. ഇങ്ങനെ ചില പിടിഭാഷകളൊക്കെയുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കിൽ നിന്ന് മക്കൾ മുതലെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ്
ഇപ്പോഴത്തെ അവളുടെ സ്വാതന്ത്ര്യം. അമ്മ പറഞ്ഞാൽ അവൾ കേൾക്കില്ലേ മനുവേട്ട? ജയന്തി ആൻറ്റിക്ക് അങ്കിളിൻ്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടി മക്കളെ കരുവാക്കാൻ മടിയില്ലല്ലോ. മക്കൾ അങ്കിളിൻ്റെ ചൊൽപ്പടി നിൽക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഭവിതയ്ക്ക് നല്ലൊരു ചേഞ്ച് വന്നതായിരുന്നു. അത് പ്രോത്സാഹിപ്പിക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ അവൾ എല്ലാവരെക്കാട്ടും മിടുക്കിയായേനെ. എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ മനുവേട്ട. അതൊക്കെ പോട്ടെ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ചെയ്യാൻ മനസ്സിൽ കണക്ക് കൂട്ടിയതൊക്കെ കഴിഞ്ഞില്ലേ? ഒരു തോൽവി പറ്റി മനുവേട്ട. പപ്പയുടെ ഭാര്യയുടെയും മക്കളുടെയും ഇവിടെ എത്തിക്കാനും അവരെ ഒന്ന് ഒന്നിപ്പിക്കുവാനും കഴിയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് നടന്നില്ല. നടന്നില്ലെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ നടക്കാനും പറ്റാതെയായി അല്ലേ? അത് സാരമില്ല മനുവേട്ട, എൻ്റെ കാലൊക്കെ പെട്ടെന്നങ്ങ് ശരിയായിക്കോളും. ഉടനെ മനസ്സങ്ങ് ചോദിക്കുകയാണ്, അല്ല നമ്മുടെ കാര്യം എങ്ങനെയാ? ഞാൻ അതങ്ങ് തുറന്ന് ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ 27 വയസ്സ് കഴിഞ്ഞു, നിനക്ക് 24. ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? അതിന് അലീന. മനുവേട്ട, അതിന് ഞാൻ തന്നെ ഒരിടത്തും എത്തിയില്ലല്ലോ. ഇത്രയൊക്കെ എത്തിയാൽ പോരെ? അതിൻ്റെ മൗനം മനുശങ്കറിനെ ആശങ്കാഭരിതനാക്കി. അല്ല, പപ്പ സമ്മതിക്കത്തില്ല എന്നുള്ള ഭയമാണോ നിനക്ക്? പപ്പയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതെങ്ങനെ? അതിന് കുറച്ച് ക്ഷമയും കാത്തിരിപ്പും ഒക്കെ വേണ്ടി വരും. അതിന് നിനക്ക് പറഞ്ഞൂടെ, എനിക്ക് ഈ കല്യാണം മതി, അയാളെ മാത്രം മതി, സ്വത്തോ പണമോ സ്വർണമോ ആഡംബരമോ ഒന്നും വേണ്ടെന്ന്. ഞാനത് പറഞ്ഞിട്ടുണ്ട് മനുവേട്ട. എന്നിട്ട് സമ്മതിക്കുന്നെങ്കിൽ നമ്മൾ അടുത്ത മാർഗം നോക്കണം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അച്ഛനമ്മമാരുടെയും മറ്റാരുടെയെങ്കിലും വാശിക്ക് ബലിയാടാനുള്ളതല്ല അത് മനുവേട്ട. കുറച്ച് സമയം കൂടി വേണ്ടി വരും. എത്ര നാൾ നിനക്കൊരു കാലാവധി പറയാൻ പറ്റുമോ? ഞാൻ എങ്ങനെ കാലാവധി പറയും? ഇപ്പോൾ പപ്പയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പപ്പ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്, പപ്പയ്ക്കൊരു മനംമാറ്റം ഉണ്ടാകുന്നത് വരെ. മനംമാറ്റം ഉണ്ടായില്ലെങ്കിലോ? മറ്റൊരാളുടെ കൂടെ എനിക്കൊരു ജീവിതമില്ല മനുവേട്ട. അതിൽ കൂടെ ഞാൻ എന്ത് പറയാനാ? മനുശങ്കർ പെട്ടെന്ന് എഴുന്നേറ്റു. കൈകൾ ജീൻസിൻ്റെ പോക്കറ്റിൽ തിരികൊണ്ട് മുറിയിലൂടെ ചിന്താധീനനായി നടന്നു. ഒടുവിൽ അനിലിൻ്റെ മുമ്പിൽ നിന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണോ അലീന? മനുവേട്ട, അതിപ്പോൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കണമെന്നും നിർബന്ധിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. മനുവേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. വേറൊരാളെ കല്യാണം കഴിക്കണമെങ്കിൽ അതും ചെയ്യാം. മനുഷ്യങ്കർ അവളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിമിഷങ്ങളോളം നിന്ന്. എന്നിട്ട് അവൻ പറയാണ്, എനിക്കിപ്പോൾ എന്താ തോന്നുന്നറിയാമോ? ഒറ്റ അടി വെച്ച് തരാൻ. അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു. അലീന അത് കേട്ടുകൊണ്ട് മുഖം താഴ്ത്തിയിരുന്നു. തുടർന്ന് മനുശങ്കർ ചുമലിൽ കിടന്ന് ബാഗ് എടുത്ത് സിബ് തുറന്ന് ബാംഗ്ലൂരിൽ നിന്നും അവൾക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വീറ്റ്സിൻ്റെ പാക്കറ്റുകൾ കിടക്കയിലേക്ക് കുടഞ്ഞിട്ടു. ബൈറ്റിനെ വിളിക്കാൻ വേണ്ടി പോയ ആൻ്റപ്പൻ തിരിച്ചു വന്നിട്ട് അലീനയോട് പറയാണ്, കേണസാവ് പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ ഇയാളെ ടൗണിലേക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. അതിന് അലീന, ആൻ്റപ്പൻ ചേട്ടനോട് ഞാൻ പറഞ്ഞത് ബൈറ്റിനെ വിളിക്കാനല്ലേ? ഞാൻ ബൈറ്റിനെ വിളിച്ചുകൊണ്ട് വന്നതാ മോളെ. അപ്പോഴാണ് സാബ് ഇങ്ങനെ പറഞ്ഞത്. അലീനയ്ക്ക് അതിനകത്ത് അല്പം പന്ത് കേട് മണത്തു. ഇവിടെ വന്നപ്പോൾ മുതൽ വൈകുന്നേരം വരെ മനുശങ്കർ തന്നോടൊപ്പമായിരുന്നു. അത് പപ്പായ്ക്ക് പിടിച്ചിട്ടുണ്ടാവില്ല. തൊട്ടടുത്ത നിമിഷം വാതിലത്തെ ഒരു കാലൊച്ച കേട്ടു. രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അത് സ്റ്റാൻലി ആയിരുന്നു. സ്റ്റാൻലി പറയാണ്, ഞാൻ റെഡിയാണ്, പോകാം. മനുശങ്കർ വിഷമത്തോടുകൂടി ഇരിപ്പിടത്തു നിന്നും ഒന്ന് എഴുന്നേറ്റു. ഒപ്പം അലീനയും. എന്നിട്ട് അവൾ പറയുകയാണ്, മനുവേട്ട, എന്നെ ഒന്ന് താങ്ങി പിടിക്കാവോ? മനുശങ്കർ ശങ്കിച്ചു. അലീനെ അവൻ്റെ നേർക്ക് കൈ നീട്ടി. അവൻ സ്റ്റാൻലിയെ ഒന്ന് നോക്കിയിട്ട് അവളുടെ കൈയെടുത്ത് തോളത്തൊന്ന് ചുറ്റി. സ്റ്റാൻലി മുറിയ മുഖത്തോടുകൂടി രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുകയാണ്. മനുശങ്കർ അലീനെ താങ്ങി കിടത്തിയിട്ട് നടത്തി സിറ്റൗട്ടിൽ എത്തിച്ചു. സ്റ്റാൻലി വളരെ ഗൗരവത്തിൽ നടന്ന് ചെന്ന് കാറിൽ കയറി. മനുശങ്കർ അലീനയെ നോക്കി. അവളുടെ കൈത്തലം പിടിച്ച് അമർത്തി മൂകമായി യാത്ര ചോദിച്ചു. അവൾ മന്ദഹസിച്ചുകൊണ്ട് ശിരസനക്കി യാത്രാനുമതി നൽകി. മനുശങ്കർ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും സ്റ്റാൻലി പോർച്ചിൽ നിന്നും കാർ മുറ്റത്തേക്ക് ഇറക്കിയിരുന്നു. അയാൾ തന്നെ അവന് വേണ്ടി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. മനുശങ്കർ അകത്ത് കയറി ഡോർ അടച്ചു. കാർ അടുത്ത നിമിഷം മുമ്പോട്ട് കുതിച്ചു. മനുശങ്കറും തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. കാർ ഓടി മറിയുന്നത് നോക്കി അലീന ആകാംക്ഷയോടെ സിറ്റൗട്ടിൽ നിന്നു. കുളത്തുപുഴ ടൗണിലെത്തിയപ്പോൾ മനുശങ്കർ പറയാണ്, ഇവിടെ നിർത്തിയാൽ മതി, എനിക്ക് അവിടുത്തെ ബസ് കിട്ടും. പക്ഷേ സ്റ്റാൻലി കാർ നിർത്താൻ കൂട്ടാക്കിയില്ല. ടൗൺഷിപ്പ് പിന്നിട്ടതോടുകൂടി കാർ വേഗത കൂട്ടി. മനുശങ്കർ സംശയത്തോടെ സ്റ്റാൻലിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അയാളുടെ മുഖം മുറുകിയിരിക്കുന്നു. എന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. സ്പീഡോമീറ്ററിലെ സൂചി കുതിച്ചു കയറുകയാണ്. കാർ നിലം തൊടാതെ പറക്കുകയാണെന്ന് തോന്നി. വളവുകളിൽ കാർ വെട്ടിത്തിരിയുന്നു. ടയറുകൾ റോഡിൽ ഉരസുന്ന ശബ്ദം കുതിര ചിനയ്ക്കുന്ന പോലെ. ഒരു പാലം കടന്നു വളവെടുത്ത ഉടനെ സഡൻ ബ്രേക്ക് വീണു. മനുശങ്കറിൻ്റെ തല ഡാഷ്ബോർഡിൽ ചെന്ന് ഇടിക്കേണ്ടതായിരുന്നു. റോഡിൻ്റെ മാർജിനിലേക്ക് ഇറങ്ങിയാണ് കാർ നിൽക്കുന്നത്.
മനുശങ്കർ മുഖം തിരിച്ച് സ്റ്റാൻലിയെ നോക്കി. സ്റ്റാൻലി എൻജിൻ ഓഫ് ചെയ്ത് കീ എടുത്ത് മനുശങ്കറിനോട് പറയുകയാണ്, ഇറങ്ങി വാ. മനുശങ്കർ ചുറ്റും നോക്കി. വിജനമായ ഒരു സ്ഥലം. റോഡിന് മുകളിലും താഴെയും റബ്ബർ തോട്ടം. ഒരു വീടും എവിടെയും കാണുന്നില്ല. സ്റ്റാൻലി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. മനുശങ്കർ ആശങ്കയോടെ ഇറങ്ങിച്ചെന്നു. സ്റ്റാൻലി കാറിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. മനുശങ്കർ ആകട്ടെ കാറിൻ്റെ ബോണറ്റിൻ്റെ ഇപ്പുറത്ത് നിലയുറപ്പിച്ചു. സ്റ്റാൻലി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടുകൾക്കിടയിൽ കൂടെ തിരികെ ലൈറ്റ് തെളിയിച്ചു. അതിൻ്റെ അറ്റത്ത് തീക്കനലുണ്ടാക്കി. സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് മനുശങ്കറിനെ നോക്കി. എന്നിട്ട് മുന്നോട്ട് വരുവാൻ ആംഗ്യം കാണിച്ചു. മനുശങ്കർ കാറിൻ്റെ മുമ്പിലേക്ക് ചെന്നു. ബാംഗ്ലൂരാണ് ജോലി അല്ലേ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഓർത്തു വെക്കാറില്ല. ഇപ്പോഴും മറക്കേണ്ടതൊക്കെ മറക്കും. സാമാന്യ നല്ല ജോലിയാണ് അല്ലേ? അതെ. ശമ്പളം എത്രയാണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അതെത്രയായാലും അതെന്നെ ബാധിക്കുന്നതുമല്ല. എന്നാലും മിസ്റ്റർ മനുശങ്കറിന് ഒരു ഫാമിലിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശമ്പളം ഉണ്ടാകുമല്ലേ? അതെ, ഉണ്ട്. വേണ്ടി വന്നാൽ ബാംഗ്ലൂർ തന്നെ സെറ്റിലാകാനും സാധിക്കും. സാധിക്കും. ജോലി ചെയ്യുന്നത് IT കമ്പനിയിലാവുമ്പോൾ കൂടെ ഒരുപാട് മലയാളി പെൺകുട്ടികളും തമിഴത്തികളും ഒക്കെ കാണുമല്ലോ. അതെ. അങ്ങനെ ആരെയെങ്കിലും നോക്കുന്നതല്ലേ ബുദ്ധി? അതാണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് മനുവിന് മനസ്സിലായി. അവൻ പറയുകയാണ്, ഞാൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. അതൊക്കെ മുമ്പേ തന്നെ നോക്കേണ്ടതല്ലായിരുന്നു. ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽ, ഒരേ കാഴ്ചപ്പാട്, ഒരേ തട്ടകം, ഇതൊക്കെയല്ലേ വേണ്ടത്? അതിന് മനുശങ്കർ, അതിനൊക്കെ അപ്പുറത്ത് മനസ്സെന്നൊരു സംഗതി കൂടി ഉണ്ടല്ലോ നമുക്ക്. മനസ്സ് അതൊരു മണ്ണാങ്കട്ടയാണ്. ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു കരിയിലയും. മഴ വരുമ്പോൾ കരിയില മുകളിൽ കയറിയിരുന്നു മണ്ണാങ്കട്ടയെ നനയാതെ രക്ഷിക്കും. കാറ്റ് വരുമ്പോൾ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിലിരുന്ന് കരിയിലയെ സംരക്ഷിക്കും. പക്ഷെ കാറ്റും മഴയും കൂടി ഒന്നിച്ചു വന്നാലോ കരിയില അങ്ങ് പറന്നു പോകും. മണ്ണാങ്കട്ടയുടെ അവസ്ഥയോ? അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി സ്റ്റാൻലി മനുശങ്കറിൻ്റെ മുഖത്തേക്ക് നോക്കി. മനു മിണ്ടിയില്ല. അപ്പോൾ അയാൾ പറയുകയാണ്, ഇതൊരു പഴയ മുത്തശ്ശി കഥയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ബാംഗ്ലൂരിലെ IT കമ്പനി ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിന് എന്തുകൊണ്ടും ചേരുന്ന ജോഡി IT പെൺകിടാവ് തന്നെയാണ്. ഇക്കാലത്ത് ജാതിമത ഭേദങ്ങളൊന്നും ഇല്ലല്ലോ. മലയാളി മറാഠി പെണ്ണിനെ കെട്ടുന്നു, പഞ്ചാബിയെ കെട്ടുന്നു, ഗുജറാത്തിയെ കെട്ടുന്നു. ഉടനെ മനുശങ്കർ അതങ്ങ് ഊന്നി പറഞ്ഞു, അത് ശരിയാ. ജാതിമത ഭേദം ഇക്കാലത്തെ ഒട്ടുമില്ല. നമുക്ക് വിഷയത്തിലേക്ക് വരാം. അലീനയുടെ ഒരു ജീവിത രീതി അറിയാലോ. സ്വാർത്ഥതയും അതിമോഹവും തീരെയില്ല. പൈസ ഉണ്ടാക്കണമെന്നില്ല, സൂക്ഷിച്ചു വെക്കണമെന്നില്ല, സുഭിക്ഷമായി ജീവിക്കണമെന്നുമില്ല. പണം ചോരുന്ന കൈകളാണ് അവളുടേത്. ഞാനീ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല സ്വഭാവം, അനുകമ്പ, കരുണ, ദാനശീലം, എല്ലാവർക്കും നന്മ വരണമെന്നുള്ള ആഗ്രഹം, സഹായസന്നദ്ധ എല്ലാം നല്ലതാണ്. പക്ഷെ നീ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് വരുന്ന പൈസ എടുത്ത് അവൾ ദാനധർമ്മത്തിന് കൊടുത്താൽ നിനക്ക് ദേഷ്യം വരില്ലേ? മനുശങ്കറിന് മനസ്സിലായി കുഴയ്ക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. വളരെ സൂക്ഷിച്ചു വേണം മറുപടി പറയാൻ. അതുകൊണ്ട് തന്നെ മറുപടി പറയാതെ ഇനിയും കേൾക്കട്ടെ എന്ന ഭാവമാണ് മനുവിന്. അപ്പോൾ സ്റ്റാൻലി, ആർക്കായാലും ദേഷ്യം വരും. നിനക്കൊരു പദ്ധതി കാണും, വീടുണ്ടാക്കണം. അതിനുള്ളിൽ മെച്ചപ്പെട്ട വീട്ടുപകരണങ്ങൾ വേണം, കുറച്ച് പൈസ LICയിൽ ഇടണം, ഒരു നമ്പർ ചിട്ടി വേണം, ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടില്ല ചെറിയൊരു നിക്ഷേപം വേണം, ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും ഒരു ചെറിയ കാർ വാങ്ങണം, കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ നല്ല കോച്ചിങ് കിട്ടുന്ന സ്കൂളിൽ പഠിപ്പിക്കണം. ഇതൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ന്യായമായ ആഗ്രഹങ്ങളാണ്. ഇത്രയെങ്കിലും ആഗ്രഹിക്കാത്തവർ അലസരും മടിയരും ആയിരിക്കും. തന്നെ ഒരു കുരുക്കിലേക്ക് പിടിച്ചിടുകയല്ല, മറിച്ച് താൻ നിൽക്കുന്നതിന് ചുറ്റും വേലി കെട്ടി ഒരു കുരുക്കുണ്ടാക്കുകയാണ് ബുദ്ധിമാൻ. മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കി. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, അലീനയുടെ പപ്പ പറഞ്ഞൊക്കെ ശരിയാ. അവൻ സമ്മതിച്ചു കൊടുത്തു. ചിന്തിച്ചിട്ട് മാത്രമേ മറുപടി അറിയാവുള്ളൂ. നീ വാഷിംഗ് മെഷീൻ വാങ്ങി വെച്ചിരിക്കുന്ന അതിനുവേണ്ടി വെച്ചിരുന്ന പൈസ എടുത്ത് അവൾ 50 അനാഥ കുട്ടികൾക്ക് ഡ്രസ്സും പുസ്തകവും കുടയും ചോറ്റുപാത്രവും വാങ്ങിക്കൊടുക്കും. എന്നിട്ട് അവൾ നിൻ്റെ ഡ്രസ്സൊക്കെ കൈ കൊണ്ട് വാഷ് ചെയ്യും. നീ മ്യൂച്വൽ ഫണ്ടിലേക്ക് കരുതുന്ന പൈസ എടുത്ത് അവൾ 10 അനാഥ കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കും. നീ കാർ വാങ്ങാൻ വെച്ച പൈസ കൊണ്ട് അവൾ പാവപ്പെട്ട പെണ്ണിന് കല്യാണം നടത്തുവാൻ അവൾ നിന്നെ നിർബന്ധിക്കും. നീ ചിട്ടി പിടിച്ച പൈസ കൈ കിട്ടുമ്പോൾ അവൾ ബാക്കി വരുവാൻ അനുവദിക്കാതെ മനുശങ്കർ പെട്ടെന്ന് ഇടയ്ക്ക് കയറി. എന്നിട്ട് ചോദിക്കുകയാണ്, അങ്കിൾ അപ്പോൾ അലീനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അലസനും മടിയനും വായിക്ക് കൊള്ളാത്തവരായ ഒരുത്തന്നെ തന്നെയാണോ? പെട്ടെന്ന് ഒരു നിമിഷം അന്തം വിട്ട് നിന്നിട്ട് സ്റ്റാൻലി അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറയാണ്, ഉഗ്രൻ ചോദ്യം, അഭിനന്ദനങ്ങൾ, വെരി ഗുഡ്, യു ആർ ഇൻ്റലിജൻറ്റ്. സ്റ്റാൻലി കെട്ടുപോയ സിഗരറ്റ് വീണ്ടും ലൈറ്റർ ഉരച്ച് അത് തീ കൊളുത്തി. 2 തവണ പുക വലിച്ച് റിവർ തോട്ടത്തിന് നേരെ ഊതിപ്പറത്തി. എന്നിട്ട് പിന്നെയും പറയുകയാണ്, കൊള്ളാം,
പക്ഷേ ഞാൻ അവളെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത ഒരുത്തിന് മാത്രമേ കല്യാണം കഴിച്ചു കൊടുക്കൂ. അവൾ അനാഥരെ സഹായിക്കുന്നതിൽ ഒട്ടും എതിർപ്പില്ലാത്ത ഒരാൾ. അയാൾ ധനവാനായിരിക്കും. അയാൾക്ക് സ്വന്തമായിട്ട് വീടും കാറും വീട്ടുപകരണങ്ങളും ബാങ്ക് ഡെപ്പോസിറ്റും ഉണ്ടായിരിക്കും. അതിൻ്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും അയാളുടെ സാമ്പത്തിക സ്ഥിതി അത് ബാധിക്കില്ല. അങ്ങനെ ഒരാളെ ആയിരിക്കും ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തുക. ഇത്രയും കേട്ടപ്പോൾ മനുഷ്യങ്ങൾ പറയുകയാണ്, ടാറ്റയുടെയും ബിർളയുടെയും അംബാനിയുടെയും മക്കളെ ഒന്നും ഏതായാലും ഇനി കിട്ടത്തില്ലല്ലോ. ഇനി അഥവാ കിട്ടിയാൽ തന്നെ അലീന അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? അലീന അവളുടെ ജീവിത നിലവാരം അനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ചെന്നിരിക്കും. അങ്കിളിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ 5000 രൂപ സഹായം ചെയ്യുന്നവൾ അംബാനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ 5 ലക്ഷം രൂപയുടെ സഹായം ചെയ്തു എന്നിരിക്കും. എത്ര ധനവാനായാലും അത് സമ്മതിച്ചു കൊടുക്കുമോ? അല്ലെങ്കിൽ അവളെ കല്യാണം കഴിക്കുന്നവരോട് മുൻകൂട്ടി പറയണം, എൻ്റെ മോൾക്ക് ഒരു സ്വഭാവമുണ്ട്, അവൾ കണ്ണി കണ്ടതെല്ലാം പെറുക്കി പാവപ്പെട്ടവർക്ക് കൊടുക്കും, അതിനെതിരെ ഒരക്ഷരം പോലും മിണ്ടിയേക്കരുതെന്ന്. അത് കേട്ടപ്പോഴേക്കും ചാലിയുടെ കണ്ണുകൾ ചെറുതായെന്ന് ചുരുങ്ങി. തോക്കിൻ കുഴലിലെ എന്ന പോലെ അയാൾ മനുശങ്കറെ നോക്കി. എന്നിട്ട് പറയാണ്, അവൾക്ക് ആരെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള പണം ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റായി അവളുടെ പേരിൽ ബാങ്കിലിടും. അതിൻ്റെ പലിശ മതി അവൾക്ക്. വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. പെട്ടെന്ന് മനുശങ്കർ, ദാറ്റ്സ് ഗുഡ് ഐഡിയ. പക്ഷെ ഞാൻ അവളെ കല്യാണം കഴിച്ചാലും അങ്കിൾ ഇത് തന്നെ ചെയ്യാമല്ലോ, എന്താ തടസ്സം? ഉടനെ സ്റ്റാൻലി, ലെഫ്റ്റനന്റ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ അന്തസ്സിനും പണത്തിനും പ്രതാപത്തിനും ഇണങ്ങുന്ന ഒരുത്തനെ മാത്രമേ ഞാൻ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കൂ. കൊള്ളാം. സ്റ്റാൻലി അലീന ജോസഫിൻ്റെ കൂടെ താമസിക്കുന്നത് റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണലിൻ്റെ അന്തസ്സും പ്രതാപവും കണ്ടിട്ടാണോ അങ്കിളെ? അല്ല, തനിക്ക് പണം കിട്ടുമല്ലോ എന്നുള്ള അതിമോഹം കൊണ്ടുമല്ല. അവളുടെ പപ്പയുടെ അവൾക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. പണം കൊണ്ടും പദവി കൊണ്ടും അളന്ന് അങ്കിൾ അവളുടെ വില ദയവ് ചെയ്ത് താഴ്ത്തിക്കളയരുത്. ഓക്കെ മാൻ, ഓക്കെ. ഞാൻ നിന്നോട് വാദിക്കാനൊന്നുമില്ല. ഒരു കാര്യം ഇപ്പോഴേ ഓർമ്മ വെച്ചേക്ക്, നിനക്ക് ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ച് തരില്ല. അതെൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. ജാതി മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എൻ്റെ ചെറുപ്പത്തിലൊരു ഹിന്ദു യുവതിയെ പ്രാണനെ പോലെ സ്നേഹിച്ചവനാണ് ഞാൻ. പക്ഷേ ആ കുടുംബത്തിലേക്ക് ചതിയന്മാരും വഞ്ചകന്മാരുമുള്ള കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലേക്ക് എൻ്റെ മകളെ ഞാൻ അയക്കില്ല. പ്രത്യേകിച്ച് അവളുടെ സഹോദരൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരുത്തിനെ കല്യാണം കഴിക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം സമ്മതിക്കത്തില്ല. ഈ സഹോദര സ്ഥാനം എന്നൊക്കെ പറയുന്നത് ഓരോരോ വിശ്വാസങ്ങളല്ലേ എങ്കിൽ? ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അലീനെ വിവാഹം കഴിക്കുവാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രവുമല്ല, അത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആചാരം കൂടിയാണ്. മതി, ഇവിടെ നിർത്താം. ഇനി ഒരു അക്ഷരം ഇതിനെപ്പറ്റി നീ സംസാരിക്കണ്ട. ഇനി മേലിൽ നീ അലീനെ കാണാൻ വരരുത്. എൻ്റെ വീട്ടിൽ വരുന്നത് എനിക്കത് ഇഷ്ടമല്ല. അങ്ങനെ വന്നാൽ ഞാൻ പെരുമാറുന്നത് ഇനി ഈ രീതിയിലായിരിക്കത്തില്ല. സ്റ്റാൻലി വിരൽക്കിടയിൽ നിന്നും പുകയുന്ന സിഗരറ്റ് റബ്ബർ തോട്ടത്തിലേക്ക് എറിഞ്ഞിട്ട് തിരിച്ച് കാറിനടുത്തേക്ക് നടന്നു. ഡോർ തുറന്നു. കയറ്, അയാൾ മനുശങ്കരോട് ആജ്ഞാപിച്ചു. നോ താങ്ക്സ്. മനുശങ്കർ കാറിൽ കയറുവാൻ വിസമ്മതിച്ച് പുറത്തു തന്നെ നിൽക്കുകയാണ്. ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. ഞാൻ ടൗണിൽ തിരിച്ചു കൊണ്ടുവിടാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാം. വേണ്ടെങ്കിൽ ഇനി അങ്കിളിൻ്റെ ഔദാര്യം സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എങ്ങനെയും പൊക്കോളാം. അതെന്തിനാണ് സ്റ്റാൻലി കാറിൽ കയറ്റി കൊണ്ടുവന്നിട്ട് കാടിൻ്റെ നടുവിൽ ഇറക്കി വിട്ടെന്ന് പറയാനോ? അങ്ങനൊന്നും ഞാൻ ആരോടും പറയില്ല. അങ്കിൾ തിരിച്ചു പൊക്കോ. സ്റ്റാൻലി അല്പം സംശയിച്ചു നിന്നു. പിന്നെ കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഇട്ട് തന്നെ വണ്ടി തിരിച്ചു. മനുശങ്കറിൻ്റെ കൈ ഉയർത്തി കാട്ടി. സ്റ്റാൻലി കാർ തിരിച്ച് കുഴത്തുളപ്പുഴയ്ക്ക് വിട്ടു. പോകുന്ന വഴിക്ക് അയാൾ റിയർ വ്യൂവിലൂടെ നോക്കി മനുശങ്കർ റാക്സാക്ക് പുറത്തെടുത്ത് റോഡിലൂടെ നടന്നു നീങ്ങുന്നത് അയാൾ കണ്ടു.